പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ശാസ്ത്രിമാർ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് വായിച്ചത്. ഈ ദൈവജനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് ഭാഗം വായിച്ചു പോകാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർണ്ണഭൂമിൽ ചെന്ന് അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു ആ വീട്ടിലുണ്ടെന്നറിഞ്ഞ് 4 ആൾ കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിനോട് അടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരിരുന്ന വീടിന്റെ മേൽപ്പൂര പൊളിച്ച് ആ പക്ഷപാതക്കാരനെ യേശുവിന്റെ അരികിൽ ഇറക്കി വെക്കുക. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവിടെ സംഭവിച്ച അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്ന് ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്താ? യേശുക്രിസ്തുവിലൂടെ രോഗി സൗഖ്യം പ്രാപിച്ചു, പക്ഷപാതക്കാരന്റെ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവിടെ ഇരുന്ന ശാസ്ത്രിമാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പറയുകയാണ്, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്താണ്? അല്ലേ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാണ് എന്ന് ഹൃദയത്തെ ചിന്തിക്കുക. അത് ഈ പക്ഷപാതക്കാരന്റെ സൗഖ്യം കൊടുത്തത് യേശുക്രിസ്തു ആണെന്ന് പരീശന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതെങ്കിൽ അതവർക്ക് ഏറ്റവും അനുഗ്രഹമായി തന്നെ. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ ഹൃദയത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയെ പിടിപെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഒരു പക്ഷപാതക്കാരനെ 4 ആൾ ചുമന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പുരുഷാര നിമിത്തം അവരോട് സമീപിച്ചുകൂടാക്കിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന് മേൽപ്പൂര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റല്ല. കാരണം യേശു പരമാധികാരിയാണ്, പൂർണ്ണ അധികാരിയാണ്. രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്, പാപങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് യേശുവിന് ആ രോഗിയെ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കാൻ കഴിയും. അത് കണ്ടുകൊണ്ടാണ് പരീശന്മാരുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്ത വരുന്നത്, ഇവൻ ദൈവദൂഷണം പറയുകയാണ്. അല്ലേ, നിങ്ങൾ ചിന്തിക്കുന്ന, ദൈവം ഒരുവനല്ലാതെ ഈ ഭൂമി പാപങ്ങളെ മോചിക്കുവാൻ ആർക്കും കഴിയില്ല. പാപത്തിന് പരിഹാരം വരുത്തുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ലോകം ഉണ്ടായ കാലം തൊട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇനി പഴയ നിയമം നമ്മൾ മാറ്റിവെച്ച് പുതിയ നിയമത്തിൽ പഠിച്ചു. പുതിയ നിയമത്തിൽ മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. അപ്പൊ ഇന്നും പല മീറ്റിങ്ങുകൾക്കകത്തും പല ശുശ്രൂഷകൾക്കകത്തും ദാസന്മാർ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ വിവിധ തലത്തിലുള്ള രോഗികൾ സൗഖ്യം പ്രാപിക്കാറുണ്ട്. അങ്ങനെ രോഗികൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ ചില ആളുകൾ, ഈ ശാസ്ത്രിമാരെ പോലെ ചില ആളുകൾ മാറി നിന്ന് ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് നേരെ വിവിധമായ കമന്റുകൾ, കുറ്റങ്ങൾ പറയാറുണ്ട്. ഇവർ ദൈവദോഷം പറയുന്നതാണ്. ദൈവം ഒരുവനല്ലാതെ ആർക്കാണ് പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ജനം, കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച ദൈവജനം, അവരുടെ മേൽ ദൈവം പരമാധികാരത്തെ നൽകുന്നുണ്ട്, കർത്താവിന്റെ അധികാരം നൽകുന്നുണ്ട്. നമുക്ക് മനുഷ്യനുണ്ടെങ്കിൽ യേശു വാങ്ങാൻ കഴിയില്ലെങ്കിലും യേശു ചെയ്ത ശുശ്രൂഷ ദൈവം നമ്മളോട് ചെയ്യും. നാം പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യം പ്രാപിക്കും, കുരുടന്മാർ കണ്ണു തുറക്കും, ശിഖരന്മാർ കേൾക്കും, ഊമൻ സംസാരിക്കും, രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. അങ്ങനെ അനവധി ശുശ്രൂഷകൾ കർത്താവിന്റെ ഭൃത്യന്മാരെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇന്നും ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ ഹൃദയത്തിൽ സ്തോത്രം പിറുപിറുക്കാതെ, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് വന്നാൽ നീ എത്ര മാറാ രോഗിയായിരുന്നാലും സൗഖ്യം പ്രാപിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൽ നിങ്ങൾ എവിടെയും ചിന്തിച്ചു നോക്ക്, ഏത് പ്രമാണങ്ങളും ഏത് ശുശ്രൂഷകളും എടുത്ത് പരിശോധിച്ച് നോക്ക്,
രോഗിക്ക് സൗഖ്യം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള സകല ജനങ്ങളും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തി വരെയുള്ള വാർക്കുന്ന ജനങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിന് മാത്രമേ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയുള്ളൂ. ദൈവവചനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അപ്പം രോഗികളുടെ മേൽ അധികാരമുള്ളവൻ, പാപങ്ങളുടെ മേൽ അല്ലെങ്കിൽ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവൻ എല്ലാം യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ ശാസ്ത്രിമാർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം വിളിച്ചു വേറെ ദൈവത്തിന്റെ അഭിഷക്തന്മാർ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നത്, ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുന്നത്, അവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്, മഹത്വപ്പെടുന്നത് കണ്ടിട്ട് അതിനെ ഒരു കൂട്ടം ആളുകൾ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലം ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നമ്മി കോമഡി സീരിയലിലൊക്കെ അനവധി ആളുകൾ അന്യഭാഷയ്ക്കെതിരെ പിറുപിറുത്തുകൊണ്ട് അന്യഭാഷയെ അപമാനിച്ച് കളിയാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ പറയുന്ന അന്യഭാഷ ദൈവം കൊടുത്ത ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയ്ക്ക് വിരോധമായി പിറുപിറുത്ത് ദൈവമക്കൾ അന്യഭാഷ സംസാരിക്കുന്ന കണ്ടുമ്പോൾ അതിനെതിരെ മറ്റു കോലം തുള്ളി ജനശ്രദ്ധ പിടിച്ചുപറ്റിയവർ പണമുണ്ടാക്കിയവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ചിലരൊക്കെ മന്ദബുദ്ധികളായി മാറി, ചിലർക്ക് സംസാരിക്കാൻ കഴിയാതെ പോയി, ചിലക്ക് ആശ്ചര്യപ്പെട്ടിട്ട് ഇന്നും വായനക്കാൻ കഴിയാതിരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി ആരാന്ന്. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവജനത്തിനും ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവിക ശുശ്രൂഷയ്ക്കും വിരോധമായി നിങ്ങൾ എത്ര വലിയ പിറുപിറുപ്പ് കൊണ്ടുവന്നാലും കോമഡികൾ കൊണ്ടുവന്ന് നിങ്ങൾ പണം ഉണ്ടാക്കിയാലും അതിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വരും. എത്രയെത്ര സംഭവം ഞാൻ ആദ്യം പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്യഭാഷയെ അപമാനിച്ച് കളിയാക്കി, രോഗശാന്തി വരത്തെ കളിയാക്കി അപമാനിച്ച പലരും മരണപ്പെട്ടു പോയി. മാരകമായ രോഗങ്ങളാ അവരുടെ അവസാനം മരണം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അനുഭവത്തിലായിരുന്നു. പലരും കണ്ടില്ല മുമ്പ് അവിടുത്തെ അമിതല്ല അപകടത്തിൽപ്പെട്ടിട്ട് വിളിക്കാതിരിപ്പുണ്ട്. എന്താ? ദൈവത്തെ കളിയാക്കരുത്, ദൈവത്തെ കളിയാക്കരുത്, പരിശുദ്ധാത്മാവിനെ കളിയാക്കരുത്. പരിശുദ്ധാത്മാവിനെ കളിയാക്കിയാൽ ദൈവം ആമെ സമ്മതിക്കില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസിദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷകൾ കണ്ടിട്ട് നീ അവരെ അപമാനിക്കരുത്. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഒരുവന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ച് യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്ന. ഇവൻ പക്ഷപാതക്കാരൻ രോഗിയാണ്, പക്ഷെ യേശു പറഞ്ഞ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അപ്പം പാപത്തിന്റെ പരിണിത ഫലമെന്ന് പറഞ്ഞാൽ രോഗം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, ഒരു മതങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, ഒരു മതത്തിന്റെ പ്രചാരകനുമല്ല യേശു എന്ന് പറയുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ദൈവമല്ല, ഇവിടുത്തെ LDFകാരുടെയോ UDFകാരുടെയോ BJPക്കാരുടെയോ ലീഗുകാരുടെയോ ഒന്നും അല്ല ദൈവം. അവർക്ക് വേണ്ടിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം സകല മനുഷ്യർക്കുള്ളതാണ്. അല്ലേ? മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും കലഹിക്കാനും രക്തം ചൊരിയാനും രക്തം ചൊരിയിപ്പിക്കാനും അടിപിടി ഉണ്ടാക്കാനും കലഹമുണ്ടാക്കുവാനും അല്ല യേശു പറയുന്നത്. യേശു സാധുക്കളെ ചേർത്ത് പിടിച്ച് രോഗികളെ ചേർത്ത് പിടിച്ച് രോഗികളെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ അവർക്ക് സൗഖ്യം വരുത്തി സമാധാനം കൊടുക്കുന്നവന്. അതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും യേശു സ്നേഹിക്കുന്നുള്ളതാണ്. അപ്പൊ സകല ജനത്തിനും പാപപരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും പാപത്തിന് അധീനരായിട്ടാണ് ജീവിക്കുന്നത്. പാപമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ കള്ളനാകുന്നുവെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ യേശുക്രിസ്തുവാണ്. അവൻ പാപങ്ങളെ മോചിക്കുന്നു. അവൻ പാപനിവാരണ ബലിയായി ക്രൂശിൽ തന്നെത്താൻ സമർപ്പിച്ചു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യേശു തന്നെത്താൻ ക്രൂശിൽ യാഗമായി തീർന്നു, ബലിയായി തീർന്നു. അപ്പൊ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നവൻ, പരമബലിയായി തീർന്ന പരമയാഗമായി തീർന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റൊരു മനുഷ്യന്റെയും മരണത്തിലൂടെ മനുഷ്യന് രോഗസൗഖ്യമില്ല. യേശുവിന്റെ രക്തത്തിലൂടെ അല്ലാതെ മറ്റൊരു ശുദ്ധീകരണമില്ല. ഭൂമിയിൽ എത്രമാത്രം ആടുമാട് കോഴികളെ വെട്ടിയാലും എന്തെല്ലാം രക്തം കൊണ്ടുള്ള യാഗങ്ങൾ നടത്തിയാലും പാപത്തിന് പരിഹാരമില്ല. പാപപരിഹാരം യേശുവിന്റെ വചനത്തിലാണ്, യേശുക്രിസ്തുവിനെയാണ്, യേശുവിന്റെ രക്തത്തിലൂടെയാണ് ശുദ്ധീകരണം. അല്ലേ? അപ്പം യേശുക്രിസ്തു എന്താണ്? പാപനിവാരണ ബലിയായി ക്രൂശിൽ തന്നെത്താൻ സമർപ്പിച്ചു.
പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ തന്റെ വിലയേറിയ രക്തം ചീന്തി. മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ യേശു തന്റെ വിലയേറിയ രക്തം ചീന്തി. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1-7 വാക്യം വായിക്കുവാൻ തന്റെ പുത്രനും കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അല്ലേ? ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, നിങ്ങൾ ഏത് ചിന്താഗതിക്കാരനായിരുന്നാലും, അല്ലേലിയ, യേശു ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിന്റെ അലിയ പ്രചാരകനും അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ കടന്നു പോകുന്ന പാപത്തിന് പരിഹാരം വേണമെങ്കിൽ, ശാപത്തിന് പരിഹാരം വേണമെങ്കിൽ, നിങ്ങൾക്ക് രോഗത്തിന് സൗഖ്യമാണെങ്കിൽ നിങ്ങൾ മനസ്സോടെ യേശുവിലേക്ക് വരണം. അല്ലാതെ ഈ ശാസ്ത്രിമാരെ പോലെ ഹൃദയത്തിൽ പെറുപെറുത്തിരിക്കാതെ, ശാസ്ത്രിമാർ പെറുപെറുത്ത പോലെ നിങ്ങൾ പെറുപെറുത്തിരിക്കാതെ നിങ്ങൾ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കണം. രക്തം ചെയ്യാം. അപ്പൊ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ദൈവം നിനക്ക് നൽകും. അല്ലേ? അപ്പൊ 4 ആൾ ഒന്നിച്ചുകൂടി ഈ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വരികയാണ്. യേശു ഇരിക്കുന്ന അടുത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്താണ്? വീടിന്റെ മേൽപ്പൂര പൊളിച്ച് ആ യേശുവിന്റെ മുമ്പിൽ പക്ഷപാതക്കാരൻ ഇറക്കി വെച്ച് അവരുടെ വിശ്വാസമാണ് യേശു കണ്ടത്. അല്ലേ? അത് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ യേശു സൗഖ്യം തരും. അല്ലേ? അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ ഉണ്ടാക്കുന്ന കോമഡിക്കാരുടെ കൂടി, റിയാലിറ്റി ഷോക്കാരുടെ കൂടി, ഇവിടുത്തെ സിനിമാ താരങ്ങളുടെ കൂടി നീ ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കുവാൻ, കളിയാക്കാൻ, അപമാനിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷകരെ നീ ഒരു പ്രചാരകനായി മാറിയാൽ നിന്റെ അവസാനം വളരെ കഠിനമായിരിക്കും. അല്ലേ? നിങ്ങൾ ലോകത്തിൽ ഓരോരുത്തരും പരിശോധിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിന്ദിച്ച്, അപമാനിച്ച്, പരിഹസിച്ച്, അന്യഭാഷ രോഗശാന്തിപരത്തെ പുച്ഛിച്ച് തള്ളി ഒത്തിരി പേര് വണ്ടി ആക്സിഡന്റിലാണ് മരിച്ചത്. ലേരിയ അവരെ അന്യഭാഷ പറഞ്ഞു, കോമഡിയൊക്കെ പറഞ്ഞ് ദൈവരാജ്യത്തെ അവനെ നിന്ദിച്ച്, അപമാനിച്ച്, രോഗശാന്തിയൊക്കെ പുച്ഛിച്ചപ്പോൾ കൈ നിറച്ച് പണം കിട്ടി. പക്ഷെ അപകടം ന്യായവിധി വന്നപ്പോൾ ആ പണത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കണ്ടു ചില കുട്ടികളൊക്കെ നാമിലെ കോമഡിയിലേക്ക് വന്നിട്ട് അവർ അന്യഭാഷയെ അപമാനമായി, ദൈവത്തിന്റെ വചനത്തെ നീചമായി, ദൈവിക ശുശ്രൂഷകളെ നീചമായി, ദൈവമക്കൾ പാടിയ പാട്ടുകളെ നീചമായിട്ട് അതിന്റെ കോമഡികൾ ഉണ്ടാക്കി അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ? ഞാൻ കോമഡി കാണുന്നവരല്ല, പക്ഷെ വാർത്ത പോലുള്ള ആ വിഷയത്തിനകത്ത് കണ്ടതാണ്. എനിക്ക് മനസ്സിലായി ഇവന്റെയൊക്കെ ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമയമായെന്ന്. അധികം നാൾ ഓടത്തില്ല സ്വഭാവേ. പരിശുദ്ധന്മാരെ ദുഃഖിപ്പിച്ചുകൊണ്ട്, ദൈവനാമത്തെ ദുഷിച്ചുകൊണ്ട്, യേശുവിനെ നിന്ദിച്ചുകൊണ്ട്, അന്യഭാഷ നിന്ദിച്ചുകൊണ്ട് രോഗശാന്തി വരുത്ത നീ കളിയാക്കി വീടുകൾ ഇറക്കി നിനക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ അവസാനം വന്നിരിക്കുക. അല്ലേ? അപ്പം പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ തന്നെത്താൻ യാഗമായി തീർന്ന യേശു, പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ വിലയേറിയ രക്തം, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്നത് ശാസ്ത്രിമാർ അറിഞ്ഞിരുന്നില്ല. മനുഷ്യപുത്രൻ പറഞ്ഞാൽ യേശുവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ടെന്നുള്ളത് ഈ ശാസ്ത്രിമാർ അറിഞ്ഞിരുന്നില്ല. അല്ലേ? ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ പലരും. കേട്ടോ, യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് പലർക്കും അറിയില്ല. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നടത്തുന്ന ശുശ്രൂഷയ്ക്കകത്ത് രോഗശാന്തി വരവുണ്ടെന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കുന്നവരൊക്കെ വന്ന് എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇന്ന് ശാപത്തിന് കീഴില്ല. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ ഒരു മാരകമായ രോഗിയായി കിടക്കുകയാണോ? ബലഹീനനായ മനുഷ്യനാണോ? ഈ പക്ഷപാതക്കാരനെ പോലെ നീയാണോ? ഇന്ന് പകൽ നീ യേശുവിലേക്ക് വരുന്നെങ്കിൽ, യേശുവിനോട് നിന്റെ കുറവുകൾ ഏറ്റു പറയുന്നെങ്കിൽ, യേശുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ, പക്ഷപാതക്കാരന്റെ പാപങ്ങളെ മോചിച്ചു കൊടുത്ത ദൈവം നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. അല്ലേ? ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, അല്ലേ, കർത്താവ് പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ രോഗങ്ങളും മാറി നമ്മൾ സുഖമാകുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ ആ പാപം മുഖാന്തരം മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന് രോഗത്തിന് സൗഖ്യമാകും. അല്ലേ? അപ്പം പാപപരിഹാരത്തോടു കൂടി നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണുന്നത്. അതിനെക്കുറിച്ച് 103 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 103 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 103 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്നാണ്. അല്ലേ? നമ്മുടെ പാപങ്ങളെ മോചിക്കുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ രോഗസൗഖ്യം കിട്ടുന്നുണ്ട്. പാപങ്ങളെ മോചിക്കുമ്പോൾ നമ്മുടെ ശാപങ്ങൾ നീങ്ങുന്നുണ്ട്. അല്ലേ? ഈ വചനം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലേ? അപ്പൊ 3-ാം വാക്യത്തിൽ കർത്താവിനെ പാപങ്ങൾ മോചിക്കുന്ന ന്യായാധിപനായും രോഗങ്ങൾ സൗഖ്യമാക്കുന്ന വൈദ്യനായും ഇവിടെ പറയാം. 103 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കർത്താവിനെ പാപങ്ങൾ സ്തോത്രം മോചിക്കുന്ന ന്യായാധിപനായി.
പാപത്തിന് പരിഹാരം നൽകുന്ന ന്യായാധിപൻ. അപ്പോൾ തന്നെ രോഗിക്ക് സൗഖ്യം തരുന്ന വൈദ്യനായി ഇവിടെ കാണുക. അപ്പം പാപത്തെ ശിക്ഷിക്കുന്ന കർത്താവ് പാപത്തെ മോചിക്കുന്നവരുമാണ്. അല്ലേ? നമ്മുടെ പാപത്തെ ശിക്ഷിക്കും. നാം ചെയ്യുന്ന പാപത്തിന് ന്യായവിധിയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് മോചനവും ദൈവം തരും. അല്ലേ? പാപം ചെയ്ത് ചെയ്ത് വീണ്ടും വീണ്ടും നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ദൈവത്തിന് ന്യായവിധിക്ക് പോകും. പക്ഷെ ഒരു പാപിയായ മനുഷ്യൻ ആ ക്രൂശിലേക്ക് ഓടി വന്ന് യേശുവിലേക്ക് ഓടി വന്നിട്ട്, കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, കുറ്റം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് നൽകണമേ, അവിടുത്തെ രക്തത്തോടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, പാപങ്ങളെ മോചിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് മോചിച്ചു തരും. അപ്പൊ പാപങ്ങളെ ശിക്ഷിക്കുന്നവൻ പാപങ്ങളെ മോചിച്ചു തരുന്നവനാ. യേശുവാരി മെലരിയ ആ മെലരിയെ ന്യായം വിധിക്കാൻ ആ മെലരിയെ തയ്യാറായിരിക്കുകയല്ല, എല്ലാവരും സൗഖ്യമാക്കാൻ വേണ്ടിയിരിക്കുക. പക്ഷെ നാം ദൈവവചനത്തോട് മറുതലിക്കുമ്പോഴാണ്, ദൈവവചനത്തെ അനുസരിക്കാതെ ശാസ്ത്രിമാരെ പോലെ നാം ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് നമുക്ക് ന്യായവിധി വരുന്നത്. അല്ല, മനസ്സറിഞ്ഞ് നാം ദൈവത്തിന്റെ സന്നിധിക്ക് ചെന്നാൽ കർത്താവിന്റെ പാപത്തിന് വരികയായിരുന്നു. അവിടെ ദാവീദൊക്കെ കൊടിയ പാപങ്ങൾ ചെയ്തിട്ടും ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടും ദൈവം തന്റെ പ്രവാചകനായിരിക്കുന്ന നാഥാനെ ദാവീദിന്റെ കൊട്ടാരത്തിൽ അയച്ച് ദാവീദ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഉണർത്തിച്ചു. അല്ലേ? അങ്ങനെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പം ദാവീദ് നിലവിളിച്ച്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേന്ന്. അപ്പം പാപം ജീവിതത്തിൽ വന്നാൽ നാം ദൈവത്തോട് നിലവിളിക്കണം. പാപം വന്നു കഴിയുമ്പോൾ നാം ഭൂമിയിലുള്ള പുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്താതെ ദൈവം പാകെ നമ്മെ താഴ്ത്തിക്കൊടുത്ത് പാപങ്ങൾ ഏറ്റുപറയണം. അല്ലേ? അപ്പം പാപങ്ങളെ മോചിക്കുന്ന ന്യായാധിപനാവും രോഗങ്ങളെ സൗഖ്യമാക്കുന്ന വൈദ്യനായി യേശു. പാപത്തെ ശിക്ഷിക്കുന്ന കർത്താവ് പാപങ്ങളെ മോചിക്കുന്നുണ്ട്. പക്ഷെ പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി വലിയ തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. വലിയ മലകൾ കയറിയിറങ്ങാറുണ്ട്. ആ വലിയ യാഗങ്ങൾ, വഴിപാടുകൾ നടത്താറുണ്ട്. ഭൂമിയിലെ മൃഗങ്ങളെ കൊണ്ട് രക്തചുരിച്ച് നടത്താറുണ്ട്, ബലി നടത്താറുണ്ട്. ലഹരിയ പാപത്തിനു വേണ്ടി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന പാപത്തെ പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യൻ ഇന്ന് വരെ തങ്ങളുടെ പാപത്തിന് പരിഹാരമായി ചെയ്ത യാതൊരു പ്രവൃത്തികൾ കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വന്നില്ല. അല്ലേ? അങ്ങനെ പാപത്തിന് പരിഹാരം വന്നിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ കേരളത്തിൽ ഇത്രമാത്രം അക്രമം നടക്കേണ്ടി വരുമോ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്കൂൾ കുട്ടിയെ വീട്ടിൽ കയറി അല്ലെങ്കിൽ കുത്തിക്കൊന്നു. ഒരു വണ്ടിയെ വന്ന ഒരു കൂട്ടം ജനങ്ങൾ വീട്ടിൽ കയറി സ്കൂൾ കുട്ടിയെ കുത്തിക്കൊന്നു. അപ്പനും പരിക്കേറ്റു. കാരണം ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകത്തില്ല. അല്ലേ? ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യന് അധികാരം ഉണ്ടാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ നാശത്തിലേക്ക് പോകത്തില്ല. കഴിഞ്ഞ ദിവസം അനവധി പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ ഒന്നിച്ചു നിന്ന് സിഗരറ്റ് വലിക്കുന്ന, വീടി വലിക്കുന്ന, പുക വലിക്കുന്നത് കണ്ടില്ലേ? അല്ലേ? സ്വതന്ത്രം. കഴിഞ്ഞ ദിവസം പോലീസുകാരനെ വിളിച്ചുകൊണ്ടുവന്ന് അല്ലെങ്കിൽ ചോദ്യം ചെയ്തപ്പോൾ കഞ്ചാവ് വലിക്കുന്നത് കൊണ്ട് ഒരുത്തരും നശിച്ചു പോയിട്ടില്ല, നല്ലതാണെന്ന് പ്രതിപറഞ്ഞത് കേട്ടില്ലേ? അങ്ങനത്തെ ദുഷ്ടലോകമായി ഇത് കേട്ടോ. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള യേശു മാത്രമേ ഉള്ളൂ. അല്ലേ? അപ്പം പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാകും, നിനക്ക് സ്വസ്ഥതയുണ്ടാകും. അങ്ങനെ സമാധാനം, സ്വസ്ഥത നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ അക്രമത്തിന് പോകത്തില്ല, നീ ഒരു സൗമ്യനായ മനുഷ്യനെ മാറും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, പാപത്തം നിറയപ്പെട്ട് ശാപം കൊണ്ട് നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി രോഗത്തിന് നിനക്ക് കരകയറാൻ കഴിയാതെ നീ അധ്വാനിക്കുന്ന പണം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ചെലവഴിച്ച് ഡോക്ടർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകാതിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ സകല രോഗത്തിനും വൈദ്യനായ യേശുവിന്റെ അരികിലേക്ക് നീ വന്ന് നിന്റെ പാപങ്ങളെ പറഞ്ഞുകയാണെങ്കിൽ പറയുമ്പോൾ നിന്റെ പാപം ഭരിക്കുന്നതിനോടൊപ്പം നിന്റെ രോഗവും സൗഖ്യം പ്രാപിക്കും. അല്ലേ? നിങ്ങൾ യേശുവിലേക്ക് വരണം. അല്ലെങ്കിൽ ഇവിടെ അപ്പം ദൈവത്തിന് വരണം. പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. യാതൊരു വിശുദ്ധനും അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ അധികാരം നൽകിയിട്ടില്ല. പാപങ്ങളെ മോചിക്കുവാൻ ഭൂമിയിലെ ഒരു വിശുദ്ധനും ദൈവം അധികാരം നൽകിയിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കുവാൻ, രോഗികളുടെ മേൽ സൗഖ്യം കൊടുക്കുവാൻ യേശുവിന് കഴിയും. ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിനെ ശുശ്രൂഷിക്കുമ്പോൾ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വചനം ശുശ്രൂഷിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങളൊക്കെ പുറത്തു പോകും. അല്ലേ? മനുഷ്യന് മേലുള്ള പാപത്തിനൊക്കെ പരിഹാരമായിട്ട് ദൈവത്തിന് വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ പാപങ്ങളെ മോചിക്കുന്നവൻ യേശു മാത്രമാണ്.
ഒരു വിശുദ്ധനും പാപത്തെ മോചിക്കാൻ കഴിയത്തില്ല. അല്ലേ? ഞാനൊക്കെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട കാലഘട്ടത്തിൽ അനവധി പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വിശ്വസിച്ച മതത്തിനകത്ത് നിന്ന് ആ മതത്തിന്റെ പുരോഗതിനോട് വിശ്വത്തിനോട് എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിന് പരിഹാരം നൽകുവാൻ ആ വിശ്വത്തിന് കഴിയില്ല. കാരണം എന്നെപ്പോലെ തന്നെ ആ വിശ്വത്തിനും പാപിയാണ്. അല്ലേ? ഒരു ഭാവിയോട് അവൻ കുറ്റം ഏറ്റു പറഞ്ഞാൽ, തെറ്റേറ്റു പറഞ്ഞാൽ, ഒരു ഭാവിയുടെ പാപത്തെ അവൻ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. കൂട്ടനെ വഴി കാണിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ രണ്ടുപേരും കുഴി വീഴുന്നു പറഞ്ഞവരെ അവൻ ഭാവിയോട് പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് കാരണമായില്ല. പാപത്തിന് പരിഹാരം നൽകുന്ന യേശു മാത്രം. അല്ലേ? അന്ന് 4 ആൾ കൂടി ഈ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് യേശുവിന്റെ അരികിൽ വരുമ്പോൾ ഓർക്കണം, അതിനു മുമ്പ് അവർ എവിടെല്ലാം പോയി കാണും, ആരുടെയെല്ലാം സമീപിച്ചു കാണും. ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ അന്നുകൊണ്ട്, ഈ സദുക്കിലൊക്കെ അന്നുകൊണ്ട്, അന്നും അവർക്കൊന്നും ഒരു സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്നും മതങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്, അവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ട് സൗഖ്യം. അവരുടെ പാപങ്ങളെ ബോധിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ മനസ്സിലായത്, പാപത്തിന് പരിഹാരം നൽകുന്ന, പാപങ്ങളെ മോചിക്കുന്ന ഒരുവൻ ആമൻ ഇവിടെയുണ്ട്. അവന്റെ അരികിലേക്ക് ഇവനെ കൊണ്ടുപോയാൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് 4 ആൾ കൂടി ഒരു കട്ടിൽ മേൽ അവനെ എടുത്തുകൊണ്ടു പോകുന്നത്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇന്ന് നീ ഈ പക്ഷപാതനക്കാരനെ പോലെ കിടപ്പ് രോഗിയാണോ? അല്ലേലിയ. എഴുന്നേൽപ്പാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയാണോ? നരിയാൻ ഉറപ്പിക്കാൻ കഴിയാത്ത അനുഭവമാണോ? പാപത്തിന് ചികിത്സിച്ച് രോഗത്തിന് ചികിത്സിച്ച് ശാപം മാറാൻ വേണ്ടി നീ ചികിത്സിച്ച് പാപവും ശാപവും രോഗവും എല്ലാം കൂടെ വലിയൊരു വ്രണം പോലെ നിന്നെ അലട്ടുകയാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാൻ ദൂത്, നീ യേശുവിലേക്ക് മടങ്ങുക. യേശുവിലേക്ക് മടങ്ങി വന്നിട്ട് നിന്റെ പാപങ്ങളെ നീ യേശുവിടെ ഏറ്റുപറയണം. ഹല്ലേലൂയ. അങ്ങനെ നീ പാപങ്ങളെ യേശുവിടെ ഏറ്റുപറയുമ്പോൾ നിന്റെ പാപം മാത്രമല്ല, എന്റെ ശാപം മാറി നിനക്ക് സൗഖ്യം ദൈവം തരും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. 4-ാം വാക്യം നമ്മൾ വായിച്ച 103-ാം സംഖ്യ 4-ാം വാക്യം വായിച്ചു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അടിമച്ചന്തയിൽ നിന്നും ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രമായി വിട്ടയക്കുന്ന ചിത്രമാണ് 4-ാം വാക്യം. അടിമച്ചന്തയിൽ നിന്ന് പണ്ട് കാലത്തൊക്കെ അടിമകളെ വിൽക്കാൻ വേണ്ടി ചന്തകളെ കൊണ്ടുവരുന്നു. കന്നുകാലികളെ വിൽക്കുന്ന ചന്തയെ കൊണ്ടുവരുന്ന പോലെ അന്നത്തെ കാലുകൾ അടിമയായിരിക്കുന്ന മനുഷ്യനെ വിൽപ്പനയ്ക്ക് വേണ്ടി മാർക്കറ്റിൽ കൊണ്ടുവരും, അടിമച്ചന്ത. അങ്ങനെ അടിമയായ ഒരു മനുഷ്യനെ ഒരു വ്യക്തി വിലയ്ക്ക് വാങ്ങിയിട്ട് അവനെ സ്വതന്ത്രമായി വിട്ടയക്കുന്നതാണ് ഈ 4-ാം വാക്യം പറയുന്നത്. എന്താണ്? അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അല്ലെ സഹോദരൻ, ഹല്ലേലൂയ. അതായത് പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ തന്റെ രക്തം വിലയായി നൽകി കർത്താവ് വീണ്ടെടുത്ത് അവനെ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ. പാപത്തിനടിമയായ മനുഷ്യൻ, ശാപത്തിനടിമയായ മനുഷ്യൻ, രോഗത്തിനടിമയായ മനുഷ്യൻ, അതിൽ പ്രാധാന്യം പാപത്തിനടിമയായ മനുഷ്യനെ കർത്താവ് യേശു ക്രിസ്തുവിൽ തന്റെ ക്രൂശിലെ യാഗത്തിലൂടെ തന്റെ രക്തം നമുക്ക് നൽകി, രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മെ പാപത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് സ്വതന്ത്രമാക്കി വിട്ടാൽ പിന്നെ നമ്മുടെ മേൽ പാപത്തിന് വസിക്കാൻ കഴിയത്തില്ല, പാപത്തിന് വാഴാൻ കഴിയത്തില്ല. പാപം എന്ന് പറയുന്നത് മനുഷ്യനെ മാരകമായ രോഗിയാക്കുന്നതാണ്, മാരകമായ ശാപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കുടുംബത്തിന്റെ തകർച്ചയാണ്, ജീവിതത്തിന്റെ തകർച്ചയാണ്, കുടുംബത്തിന്റെ നാശമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിതാണ്, നീ പാപ വഴികളെ വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര വേദനയാണ്. പക്ഷേ പാപമില്ലാത്ത ജീവിതമാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, കർത്താവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ അക്രമങ്ങളെയും പാപങ്ങളെയും മോചിക്കുക എന്നുള്ളതാണ്. കർത്താവ് ചെയ്യുന്ന കാര്യം എന്താ? നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും മോചിക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവരോടുകൂടി ഉയർപ്പിച്ചു. അപ്പൊ മനുഷ്യനാണ് അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ഭൂമിയിൽ നേർച്ച കാഴ്ച വഴിപാടുകൾ കൊണ്ടൊന്നും സൗഖ്യമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ യേശുവിലേക്ക് വരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ നമുക്ക് നൽകുന്ന പാപമോചനമുണ്ട്. ആ പാപമോചനത്തിലൂടെ നിന്റെ രോഗത്തിന് സൗഖ്യം പ്രാപിക്കാൻ കഴിയും.
ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നീ ഏതെങ്കിലും രോഗത്തിന് അടിമയായി സമാധാനമില്ലാത്ത വ്യക്തിയാണോ, സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണോ, ജീവിതത്തിൽ നിനക്കൊരു ആശ്വാസമില്ലാതെ നീ മരണക്കിടക്കയിലാണോ? ഹല്ലേലൂയ. ദൈവം പറയുന്നത്, യേശു പറയുന്നത്, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയാൽ നിനക്ക് സൗഖ്യമുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. അത് മനുഷ്യരോടല്ല, ഒരു മത നേതാവിനോടല്ല, ഒരു വിശുദ്ധരോടല്ല പറയേണ്ടത്. പാപങ്ങൾ ഏറ്റുപറയേണ്ടത് യേശുവിനോടാണ്. പലരും പാപങ്ങളെ ഏറ്റുപറയാൻ വിശുദ്ധന്മാരെ അന്വേഷിച്ച് നടക്കുക. ഹല്ലേലൂയ. വിശുദ്ധന്മാരൊക്കെ മരിച്ച് മൺമറഞ്ഞ് കിടക്കുന്നവരാ, മരിച്ച് മൺമറഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയവരാ. അവർക്കൊന്നും പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. ഈ മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും മനുഷ്യൻ തന്നെയായിരുന്നു. അവരൊക്കെ ദൈവമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് മരിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരോട്, വിശുദ്ധമതികളോടൊന്നും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന്റെ സ്വഭാവി. ഇന്ന് നിങ്ങളെ അജ്ഞത വിട്ടിട്ട്, അന്ധവിശ്വാസം വിട്ടിട്ട് നിങ്ങൾ മടങ്ങി വന്ന് പാപങ്ങളെ മോചിക്കുവാൻ ദൈവപുത്രന് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾ ചിന്തിക്കുക. അതാണ് പരീശന്മാർ പറഞ്ഞത്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാണ്. പരീശന്മാർക്കും അറിയാം, അവൻ ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അവർക്ക് അങ്ങോട്ട് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ലേ? അത് തന്നെയാണ് ഇന്ന സമയം. യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയാതെ പലരും പാപപരിഹാരത്തിന് വേണ്ടി വിശുദ്ധന്മാരുടെ അരികെ പോയിക്കൊണ്ടിരിക്കുക. അനവധി പൈസകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക, അനവധി യാഗങ്ങൾ, വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആമിലലിയ സ്വതം കണക്കില്ലാത്ത പണം വാരിയെറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും, ഒരു മതങ്ങൾക്കും, ഒരു മതവിശുദ്ധനും മത നേതാവിനും കഴിയില്ല കേട്ടോ. അല്ലേ? പാപം പരിഹരിക്കുന്ന യേശു മാത്രം. ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അല്ലേ? അതുകൊണ്ടാണ് ഈ ദൈവജനം നടത്തുന്ന കൺവെൻഷനുകളും ക്രൂസൈഡുകളൊക്കെ നടത്തുമ്പോൾ, അവർ നടത്തുന്ന മീറ്റിങ്ങിലൊക്കെ ദൈവജനം കൂട്ടി വന്ന്, ജാതി മതവും വർഗ വ്യത്യാസം പലരും കൂട്ടി വന്ന് അവർ പാപത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധന് അവർക്ക് പാപം പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ മനുഷ്യന് വേണ്ടി ആ വ്യക്തി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യും. അല്ലേ? ആ മനുഷ്യന് വേണ്ടി അല്ലേ സ്വതം ആ മനുഷ്യന് വേണ്ടി ദൈവത്തോട് വിശുദ്ധൻ ദൈവദാസൻ മധ്യസ്ഥ ചെയ്യുമ്പോൾ ദൈവം ആ പാപിയായി മനുഷ്യ സൗഖ്യം കൊടുക്കും. അല്ലേ? അത് സ്വതം ആ ക്രൂസൈഡ് സംഭവിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാണ്. അല്ലേ? ആ മീറ്റിംഗ് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ വചന ശക്തിയാണ് അവിടെ സൗഖ്യം. അല്ല, അവിടെ ശുശ്രൂഷിക്കുന്ന ആളിന്റെ മഹത്വമല്ല സൗഖ്യം ലഭിക്കുന്നത് കേട്ടോ. ശുശ്രൂഷിക്കുന്ന ആൾ സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അവൻ പാപപരിഹാരം വരുത്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായതുകൊണ്ട് അവൻ തന്റെ ഏരിക്കൽ കടന്ന ജനത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥാനിക്കുമ്പോൾ ദൈവം ആലരിയ സൗഖ്യത്തെ അയക്കുന്നു എന്ന് മാത്രം. അപ്പം പാപപരിഹാരത്തിന് എല്ലാ കാരണം യേശു തന്നെയാണ് കേട്ടോ. അല്ലേരിയ. എന്നാൽ പാപത്തിന്റെ ഏതോ ക്രൂരമായ അനുഭവം, പാപത്തിന്റെ ക്രൂരമായ അനുഭവം അത് മനുഷ്യനെ അക്രമാസക്തനാക്കി മാറ്റും. അല്ലേരിയ. അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. പാപത്തിന്റെ ക്രൂരമായ ഫലം അല്ലെ, പാപത്തിന്റെ ഫലമായ ക്രൂരമായ സ്വഭാവം അത് നമ്മുടെ കേരളത്തിൽ ഭവനങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? പാപം ശാന്തിയും സമാധാനത്തെ നശിപ്പിക്കും. പാപം നമ്മുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനത്തെ നശിപ്പിക്കും. ശാന്തതയെ കെടുത്തിക്കളയും. കുടുംബത്തിനകത്ത് അനാചകത്വം കൊണ്ടുവരും, കണ്ണുനീര് കൊണ്ടുത്തരും. മാത്രമേ രോഗങ്ങളും വ്യാധികളും പടർന്ന് പിടിക്കും. അല്ലെ, രോഗങ്ങളും പാപങ്ങളും എത്തി പടർന്നു പിടിക്കും. നോക്കി, മനുഷ്യന്റെ ജീവിതത്തിലെ പാപമല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ പറയുന്നത്. ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും മോഷണങ്ങളും ഒക്കെ വരുമ്പോൾ ഓർത്തോണം, ഇതിനെല്ലാം പ്രതിവിധി അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ ജീവിതത്തെ പാപമാണ്. അതാണ് റോമാലേഖനം 6:21 വായിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം എത്രേ. മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം എത്രേ. അല്ലരിയ, മരണത്തെ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പൊ ഏതൊരു പാപിയുടെയും പാപത്തിന്റെ പരിഹാരം, പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. അല്ലേ? അപ്പം പാപത്തിനും അധർമ്മത്തിനും അനീതിക്കും അടിമകളാക്കപ്പെട്ടിരുന്ന ആദാമി വർഗത്തെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? അല്ലേ? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ആദാമി വർഗത്താൽ സകല മനുഷ്യൻ പാപത്തിലകപ്പെട്ടു പോയി. സകല മനുഷ്യൻ പാപത്തിലാണ്. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ആദാമി വർഗത്തിൽ വന്നുപോയ സകല പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ മനുഷ്യൻ അന്നത്തോട്ട് ഓടി നടക്കുക. പക്ഷേ ഇന്നും അതിന് പരിഹാരമില്ലാതെ നിൽക്കുമ്പോഴാണ് 2000-ലധികം വർഷം മുമ്പ് ആദാമി വർഗത്തിൽ സംഭവിച്ച പാപത്തിനും അധർമ്മത്തിനും അനീതിക്കും അടിമകളാക്കപ്പെട്ട മനുഷ്യനെ അതിന് വിടിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കാൻ വേണ്ടി യേശു സ്വർഗമഹിമകളെ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത്.
ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ നമുക്ക് നൽകി നമ്മെ വിശുദ്ധീകരിച്ചെടുക്കുക. ദൈവത്തിന്റെ നീതി നമുക്ക് നൽകി നമ്മെ വിശുദ്ധീകരിച്ചെടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമലേഖനം 5:1 വായിച്ചാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന്. ഹല്ലേലൂയ. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോഴാണ് ദൈവത്തോട് സമാധാനം. പാപത്തിന് അധീനായി കിടന്ന, പാപത്തിന് അടിമയായി കിടന്ന അതിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് പാപപരിഹാരം വരുവാൻ നീ ദൈവത്തെ വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമുഖാൻ നിന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ആ പാപം നിന്റെ കുടുംബത്തെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. നോക്കി, നമ്മുടെ കേരളത്തിനകത്ത് എത്ര കുടുംബങ്ങളെ കഴിഞ്ഞ ചില നാളുകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബത്തിനകത്ത് അപ്പന്മാർ മരിച്ചു, അമ്മമാർ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു. എത്രയെത്ര അനർത്ഥങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പ്രതികൂലങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ പെരുകുന്ന പാപമാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കെടുത്തിക്കളയും, സന്തോഷം കെടുത്തിക്കളയും, രോഗങ്ങളെയും വ്യാധികളെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് മുഖാന്തരം കുടുംബങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണുന്ന കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾ മുഴുവൻ. കേരളത്തിൽ എവിടെ നോക്കിയാലും അക്രമങ്ങൾ മാത്രമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ, പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ, നമ്മൾ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും പാപമുഖാന്തരം അക്രമങ്ങൾ, കുലപാതകങ്ങൾ പെരുകയാണ്. സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിലെല്ലാം കൊച്ചു കുട്ടികളെ പോലും വലിയ വർഷതരത്തിലേക്ക് മദ്യത്തിനും ലഹരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന അതുമാത്രം പണമുണ്ടാക്കുന്ന അനവധി കിരാതന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിനകത്ത് സകല കുടുംബത്തിന് സമാധാനമില്ല. സകല കുടുംബത്തിന് സ്വസ്ഥതയില്ല. കണ്ണുനീര് മാത്രമാണ്. അനവധി കുടുംബങ്ങൾക്കകത്താണ് കണ്ണുനീര്, രക്തം ചൊരിഞ്ഞതിന്റെ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, നീ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ശാന്തതയോടെ ജീവിക്കണമെങ്കിൽ യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി ചെയ്യുക. അപ്പം പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരു മതങ്ങൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഉറച്ച് പ്രസ്താവിക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് അനുഭവസ്ഥരായതുകൊണ്ടാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, പാപത്തെ നമ്മുടെ ജീവിതത്തിൽ വെച്ച് താലോലിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ഇവരുടെ മൂർഖം പാമ്പിനെ എടുത്ത് വളർത്തി അവസാനം കൈവടിച്ചെന്ന് പറഞ്ഞ പോലെ, മൂർഖം പാമ്പിന് കുഞ്ഞിന് പാല് കൊടുത്താൽ തിരിച്ചത് കടിച്ചിട്ട് പോകുള്ളൂ പറഞ്ഞേ. പാപത്തെ നിന്റെ ജീവിതത്തിൽ നീ താലോചിച്ച് വളർത്തിയെടുത്താൽ അവസാനം മൂർഖം പാമ്പ് നിന്നെ കടിച്ചിട്ട് പോകുന്നു പറഞ്ഞ പോലെ പാപം നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്ത് നീ ജീവിക്കും സമാധാനത്തോടെ നിന്റെ കുടുംബം ആയിത്തീരണമെന്ന്, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും ശാന്തി സമാധാനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഒരു കുടുംബം പോലും ഈ ഭൂമി തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബം പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ കുടുംബങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളും സമാധാനം വേണമെന്ന് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സകല കുടുംബങ്ങൾക്കും സമാധാനം തരുവാൻ ആദാമി വർഗത്തിൽ സംഭവിച്ചു പോയ പാപത്തിനും അധർമ്മത്തിനും പരിഹാരം നൽകാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയത്. അവൻ തന്നെ ജീവനെ നമുക്ക് തന്നു. ഹല്ലേലൂയ. അവന്റെ അവസാനത്തോടെ രക്തം വരെ തന്നു നമുക്ക് പരിഹാരത്തിനായി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനവാക്യം പാപത്തെ ചുമന്ന് തീർക്കുന്നത് യേശുക്രിസ്തു മാത്രമാണെന്ന് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പാപത്തെ ചുമന്ന് തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. 53-5 അപ്പം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ മുന്നമേ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്താണ്? അവൻ നമ്മുടെ അതിക്രമങ്ങളെ നമ്മെ അതിക്രമ നിമിത്തം മുറിവേറ്റും. മനുഷ്യന്റെ അതിക്രമങ്ങൾ അവന്റെ പാപമുഖാന്തരമാണ് യേശു കാൽവറിയിൽ കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി മുറിവേറ്റത്. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമ നിമിത്തമാണ് അവൻ തകർന്നത്. ഹല്ലേലൂയ. യേശു ദൈവമായിരിക്കെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമി വന്ന് 33 തിരുവേശുവിടുത്തെ ജനത്തോടൊപ്പം പാർത്ത്. ഹല്ലേലൂയ. യേശുവിന്റെ അരികിൽ വന്നവർക്കെല്ലാം ഹല്ലേലൂയ യേശു സൗഖ്യം കൊടുത്തു. അപ്പൊ യേശുവിന്റെ അരികിൽ വന്നവർക്കെല്ലാം സൗഖ്യം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടനെ കാണിച്ചു കൊടുത്ത്, ചെക്കനെ അവൻ കേൾക്കുവാനാക്കി, കുരുടനെ അവൻ കാണിച്ചു കൊടുത്തു, മുടന്തനെ നടത്തുവാൻ, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം ഈ പരീശന്മാര് കണ്ടിട്ട് ചോദിക്കുക, നമുക്കിതൊന്നും കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു നോക്കി, നമുക്കിതൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഇവരിൽ കൂടി ഇതെല്ലാം നടക്കുന്നു.
എന്ന് പറഞ്ഞ് യേശുവിനെ പിറുപിറുത്ത ആ പരീശന്മാരെ പോലെ നീ മാറി നിന്ന് പിറുപിറുക്കാതെ എന്നെ കേൾക്കുന്ന ശ്രോതാവി നീ ദൈവത്തിലേക്ക് മടങ്ങുക. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവൻ ഒരു മതം ഉണ്ടാക്കാൻ മതം ഒരു മതത്തിനും പ്രചാരകനല്ല. അവൻ സകല ജനത്തിന്റെയും ദൈവമാണ്. യേശു സകല ജനത്തിന്റെയും ദൈവമാണ്. അല്ലേ? എല്ലാ വിഭാഗക്കാരുടെയും ദൈവമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനത്തിനും സൗഖ്യം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണകൂടം, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളിൽ രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ അരിക്കുന്ന ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തുറകളിലും പെട്ട ജനത്തിന് സൗഖ്യം തരുന്ന ആരാണ്? യേശുവാ. യേശുവിന് ജാതി മതം വർണ്ണ വ്യത്യാസമില്ലാതെ യേശു സൗഖ്യം തരും. അല്ലേ? കർത്താവ് യേശു ഭൂമി ഒരു ജാതി സൃഷ്ടിച്ചുള്ളൂ, ആണും പെണ്ണും എന്ന് പറയുന്ന ജാതി. പിന്നീട് മനുഷ്യനാണ് ഭൂമി ജാതി തിരിച്ചത്, മതങ്ങൾ തിരിച്ചത്, ദൈവങ്ങളെ ഉണ്ടാക്കിയതെല്ലാം. ഓരോ മതങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കിയതെല്ലാം ഇവിടുത്തെ മനുഷ്യനാണ്. അതോടുകൂടി എന്ത് ചെയ്തു? മനുഷ്യന്റെ മേൽ പാപം പെരുകി. പാപം മുഖാന്തരം ശാപത്തിലേക്ക് കടന്നു. അത് മുഖാന്തരം വ്യാധികളും അതിക്രമങ്ങളും വന്നു. അങ്ങനെ വ്യാധികളും അതിക്രമവും വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുടുംബത്തിനകത്ത് അരാജകത്വം തുടങ്ങി. കുടുംബത്തിന്റെ കണ്ണുനീര്, കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. കുടുംബത്തിനകത്ത് എന്നും ആമി കലശലായി. അതിനൊരു പരിഹാരം യേശു തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അതിക്രമ നിമിത്തം അവൻ മുറിവിറ്റ് നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ അവന്റെ മേലായി എന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞ വചനമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നിറവേറുന്നത് നമ്മൾ ചിന്തിക്കണം. അല്ലേ? അപ്പൊ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുമ്പോൾ തന്നെ നമുക്ക് രോഗസൗഖ്യം കിട്ടും. പാപത്തിന് പരിഹാരം കിട്ടുമ്പോൾ തന്നെ നമ്മൾ രോഗത്തിന് സൗഖ്യം പ്രാപിക്കുക. അല്ലെ? ശാപത്തിന് നമ്മൾ മോചനം പ്രാപിക്കുക. അല്ലേ? അപ്പൊ എന്റെ പാപങ്ങളാണല്ലോ വാറുകൊണ്ട് യേശുവിനെ അടിപ്പിച്ചത്. എന്റെ അതിക്രമങ്ങളാണല്ലോ കൊടൂരമായ ആണികളാൽ അവന്റെ കൈകാലുകൾ തുളച്ചത് നമ്മൾ ചിന്തിക്കാൻ കഴിയണം. അല്ലേ? അപ്പം നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളും നിമിത്തമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഗത്സമനെ തൊട്ട് ഗോൽഗോഥ അവരെ ചാട്ടവാറ കൊണ്ട് അടിച്ചത് നമ്മുടെ പാപങ്ങൾ മുഖാന്തരമാണ്, നമ്മുടെ അകൃത്യങ്ങൾ മുഖാന്തരമാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ സകല അനീതിക്കും വേണ്ടിയിട്ടാണ് യേശു കാരിരുമ്പാണികളാൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ടത്. യേശു ഒരു പാപിയായ മനുഷ്യനോ പാപം ചെയ്ത മനുഷ്യനുമല്ല. മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ജനിച്ചവനുമല്ല. അല്ലേലൂയ. യേശു അല്ലേലൂയ, അവൻ ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയായിരിക്കുന്ന കർത്താവ് നമ്മുടെ അതിക്രമം മുഖാന്തരം, നമ്മുടെ പാപം മുഖാന്തരം യേശു നമുക്ക് വേണ്ടി ചാട്ടവാറ് കൊണ്ട് അടിയേറ്റു. നമുക്ക് വേണ്ടി അവന്റെ തലയിൽ മുൾക്കീരീടം അടിച്ചിറക്കി. നമുക്ക് വേണ്ടി അവന്റെ കൈകാലുകൾ ആണികളെ തുളയ്ക്കപ്പെട്ടു. അവന്റെ വിനാപുരം ബുദ്ധിത്തറന്ന് എന്തിന്? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ പാപം മുഖാന്തരമാണ്. അല്ലേ? അപ്പൊ നീ അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടും കർത്താവ് എന്റെ അതിക്രമം പാപമുഖാന്തരമാണല്ലോ അങ്ങ് ചാട്ടവാറടി ഏറ്റത്, അങ്ങയുടെ തലയിൽ മുൾക്കീട വെടിച്ചിറക്കി, അങ്ങയുടെ കൈകാലിൽ കാര്യം പാണി അടിച്ചിറക്കിയത്, അങ്ങയുടെ വിലാപുറം കുത്തി തുറന്നതെല്ലാം എന്റെ പാപത്തിന് പരിഹാരമാണെന്ന് നീ വിശ്വസിക്കുന്ന നിമിഷത്തിൽ, അല്ലേ? നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളും പാപങ്ങളും ദൈവം ക്ഷമിച്ചു തരും. ഹൃദയത്തിൽ ദൈവം സമാധാനം തരും. അല്ലേലൂയ. അപ്പം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അപ്പൊ ഒരുവൻ ഉണർന്ന തന്റെ പാപങ്ങൾക്ക് വേണ്ടി മനസ്താപത്തോടുകൂടി കർത്താവിനോട് അറിയിക്കുകയാണെങ്കിൽ ആ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു തരും. നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ പാപിയാണെന്നുള്ള മനുഷ്യനാണ് നിങ്ങൾക്ക് ബോധ്യം. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ പാപത്തെ ക്ഷമിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സദൃശമാക്കി 28:13 വായിക്കുമ്പോൾ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ നമ്മുടെ ലംഘനങ്ങളെ, പാപങ്ങളെ മറച്ചു വെക്കുന്ന ഒരുവനും ശുഭം വരികയില്ലെന്ന്. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം കരുണ കാണിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലുള്ള വചനമാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ആട്ടുമാട്ടുകളെ യാഗമായി ചെലുത്തി അതിനാൽ തങ്ങളുടെ പാപങ്ങളെ മൂടി ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 9:22 വായിക്കുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ? അപ്പം പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടി യേശു വിലയേറിയ രക്തം ചീന്തി നമ്മുടെ പാപങ്ങളെ മൂടിക്കളഞ്ഞു. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ആടുപാട് കന്നുകാലികളുടെ രക്തം കൊണ്ട് പഴയ നിയമ കാലങ്ങൾ പാപങ്ങളെ മൂടിക്കളഞ്ഞെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മൂടിക്കളയുക.
പാപങ്ങളെ കഴുകി കളയുക, നമ്മുടെ പാപങ്ങളെ നമ്മൾ മായിച്ചു കളയുകയാണ്. അതുകൊണ്ടാണ് രക്തം ചൊരിഞ്ഞ് വിമോചനമായി. അപ്പം രക്തം തളിച്ചു എന്ന് പറയുന്നതിനാൽ രക്തച്ചൊരിച്ചിൽ മൂലം നാം ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ല ഈ വിമോചനമില്ല എന്ന് ബൈബിളിലെ ഈ അടിസ്ഥാനം പ്രമാണമാണ്. കാണാൻ കഴിയും. അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഇത് ചെയ്തു തന്നെയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ആടുമാട് കന്നുകാലികൾ രക്തം പാപം മുടങ്ങി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ പാപം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, അവനിൽ നമുക്ക് അതിക്രമങ്ങൾ, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്ന് നമ്മൾ എഫെസ്യസിലെ 1:7 വായിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യം പറഞ്ഞു നിർത്തുകയാണ്. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പക്ഷപാതക്കാരന്റെ നാളുകൾ എടുത്ത് യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് അവന്റെ പാപങ്ങൾ മോചിച്ച പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിച്ചതുപോലെ അവൻ എഴുന്നേറ്റ് നടന്ന പോലെ ഇന്ന് പകൽ നീ കിടക്കയിലാണെങ്കിൽ, അല്ലെങ്കിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നിന്റെ അധ്വാനഫലം മുഴുവനും വൈദ്യനും ഡോക്ടറെ കൊടുത്ത് ആശുപത്രി കയറിയിറങ്ങി നിന്റെ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് പകൽ ഇന്ന് പാപങ്ങളെ മോചിക്കാൻ കഴിയുന്ന യേശുവിന്റെ അരികിലേക്ക് വരണം. ഒരു മത നേതാവിനോ ഒരു വിശുദ്ധനോ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. ഭൂമിയിൽ ഒരു വ്യക്തികൾക്കും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ യാതൊരു യാഗങ്ങൾക്കും വഴിപാടുകൾക്കും നേർച്ച കാഴ്ചകൾ കൊണ്ടും മല കയറിയാലോ ഇറങ്ങിയാലോ എന്തെല്ലാം ചെയ്താലും കുരിശ് ചുമന്നത് കൊണ്ടോ ഒന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമില്ല. പാപം പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാപവിമോചകൻ യേശു മാത്രമാണ്. അല്ലെങ്കിൽ അവന്റെ രക്തത്തിലൂടെ മാത്രമാണ് നമ്മുടെ പാപത്തെ മറയ്ക്കുവാൻ കഴിയുള്ളൂ. ക്രൂശ് മരണത്തിൽ നീ വിശ്വസിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൽ നിനക്ക് സമാധാനം ഉണ്ടാകുന്നത്. നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ശാന്തി ദൈവം നിനക്ക് മടക്കി തരാൻ ആഗ്രഹിക്കുക. നിന്റെ കിടപ്പിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സകല അധാർമ്മികതയെ മാറ്റി നിന്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് പുതിയ വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, ഞാൻ അനുഭവിച്ചിട്ട് കഷ്ടനഷ്ട വേദ ദുഃഖങ്ങൾ അറിയുന്നില്ല. കർത്താവ്, എന്റെ കുടുംബത്തെ വിടിവിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ രാജ്യത്തും കണ്ണുനീർ മാറിക്കൊണ്ട് പാപങ്ങൾ ശാപങ്ങൾ മാറുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനത് വിശ്വസിച്ചുകൊണ്ട് എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറഞ്ഞ് കർത്താവിന് ഹൃദയം കൊടുത്തുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറകൾ എണ്ണത്തിപ്പെടാത്ത അന്യവസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രവർഷങ്ങളായി 143 കോടിയിലധികം ജനരായി ഞങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനം തലമുറകൾ എണ്ണത്തിപ്പെടാത്തവർ, ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, രാജ്കുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖല ജനത്തിനായി അവൻ കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്ന BSCRP അടക്കമുള്ള ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, ഞങ്ങളുടെ പോലീസിലെ വിവിധ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്ന എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾ, ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രേഖത്താൽ സോദനം ഞങ്ങളുടെ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹകരണ മേഖലയും പൊതുമേഖല, ആരോഗ്യ സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. കടലോര വാസികൾക്കായി, സമുദ്രത്തിൽ ആളുകൾ മത്സ്യത്തിനായി കടന്നുപോയിരിക്കുന്നവർക്കായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വലുത് ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായം വഴിയോര കച്ചവടക്കാരെ, ചെറുതുമായി എല്ലാ ക്ഷീരമേഖല, വ്യവസായ മേഖലയായിരിക്കുന്നവർക്കായി, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ. കർത്താവ്, മദ്യത്തിനും മയക്കും പാൻസ് ലഹരി അടിമപ്പെട്ട് പാപത്തിൽ ജീവിച്ചു കിടക്കുന്ന ആദാമി വാർക്കും പാപമുഖാന്തരം കർത്താവ് പാപത്തിന്റെ അതിക്രമം കടന്നു പോകുന്ന സകല ജനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. എല്ലാ ജനത്തിനും ദൈവം വിടുതലയിക്കണമേ. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിലും വാർത്തത്തിൽ അച്ഛനെ യാചകർ, ഓർഫണേജ്, ചോട്ട ജീവിത തടവറയിലായിരിക്കുന്നതിനായി ദേശരാജ്യം കഷ്ടസഹം, വിസ നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നു, കർത്താവ് വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദേശരാജ്യം പീഡ അനുഭവിക്കുന്ന മണ്ടായത് കഷ്ണം സാധനം മുടങ്ങി കിടക്കുന്നവർ, നാട്ടിൽ കിടന്നവർ, ജയിലിൽ കിടക്കുന്നവർക്കായി എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മാരകമായ രോഗങ്ങളാൽ വ്യതിക്രമിച്ച് ഭവനത്തിൽ നിരാശ ദുഃഖം അനുഭവിക്കുന്ന ക്യാൻസർ രോഗത്താൽ, ക്ഷയരോഗത്താൽ, കുഷ്ഠരോഗത്താൽ, വിവിധ മാനസിക തകർച്ചകളാൽ മെന്റൽ നിലയിലായിരിക്കുന്നവരെ ഓർത്ത് മാനസികരോഗാശുദ്ധനായിരിക്കുന്നത് എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതം നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, ഭവനമില്ലാതെ ഭാരം കടക്കിടിയാൽ ജപ്തി നടപടി നേരിടുന്നവർ, വിവിധ മേഖലയിൽ കർത്താവും തലമുറയെ കൊണ്ട് ഭാരം അനുഭവിക്കുന്ന
സകല കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണമേ. ആമേ മദ്യവുമായി ലഹരി അടിമപ്പെട്ട് തലമുറ നശിച്ചുകൊണ്ട് അക്രമങ്ങൾ വരുമ്പോൾ സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളെല്ലാം രക്തച്ചൊരിച്ചിൽ കുടുംബത്തിലേക്ക് പോലും ആ രക്തച്ചൊരിച്ചിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലത്തിലൊക്കെ കർത്താവിന്റെ രാജ്യത്തെ വിടിവിക്കണമേ, ദേശത്തെ വിടിവിക്കണമേ, തലമുറ വിടിവിക്കണമേ. കർത്താവിന്റെ സഹോദരങ്ങൾക്ക് ദൈവിക സമാധാനത്തിൽ മടങ്ങിവിട്ട് പാപമോചിക്കാൻ കഴിയുന്ന യേശു മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരും ശുദ്ധീകരണം വരുന്ന യേശു ക്രിസ്തുവിന്റെ സമാധാനം പ്രാപിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയങ്ങളിൽ തുറക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ധാർമ്മികനും അധർമ്മത്തിനും ജനം വിടിവിക്കപ്പെട്ട്, സകല അശുദ്ധിയും ജനം വിടിവിക്കപ്പെടട്ടെ. ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ കർത്താവ്, കുടുംബങ്ങളിൽ സമാധാനം, സ്വസ്ഥത ഉണ്ടാകട്ടെ. മനുഷ്യ കർത്താവ് ഈ മതത്തിന് വേണ്ടി ഹല്ലേലൂയ, ജാതിക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ തമ്മിലടിച്ച് കലഹിച്ച് സ്വയം നശിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യൻ ജീവിതത്തിനെ അപകരിച്ചെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം മടങ്ങി വന്ന പാപപരിഹാരം, പാപവിമോചനം യേശു മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ ഈ ജനത്തെ ആത്മീകണ്ഠ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലത്തും ഒരു ദൈവനീതി വെളിപ്പെടുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.